ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇതാണ് ഓണായിട്ടും ഡ്യൂട്ടിക്ക് പോകണ പണിനോട് അത്ര ആത്മാർത്ഥതയുള്ള എൻ്റെ കാക്ക. നിങ്ങളോട് പറയാൻ ഈ സാധനം എത്ര എടുത്താലും ശരിയാവില്ല. ഓൾറെഡി 5-6 വട്ടം ഞാൻ തടഞ്ഞു വെക്കാൻ പോയി. എന്നിട്ട് ഞാനും എൻ്റെ നാസർക്ക് പുരയിറങ്ങി. ഞാൻ സാരി എടുത്തോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിന്റെ പാപ്പനെ പറഞ്ഞപ്പോൾ മുപ്പര ഫോൺ അങ്ങോട്ട് വാങ്ങി വൈഡ് ആംഗിൾ ഇട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത്. എന്തായാലും എൻ്റെ പാപ്പ സീൻ തന്നെ. എന്നിട്ട് നമ്മൾ ഓണപ്പരിപാടി സെറ്റ് ചെയ്ത വീട്ടിലെത്തിട്ടോ. അപ്പോൾ അവിടെ ഇസ്ര നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ. അടുക്കളയിലൊന്ന് വെറുതെ തലട്ട് നോക്കിയപ്പോൾ സദ്യക്കുള്ള എല്ലാ സാധനവും സെറ്റ് ആക്കിയിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കണം നമ്മളോടൊക്കെ ഇങ്ങനെ സദ്യക്ക്. അങ്ങനെ നമ്മൾ ഇലക്കെട്ടതിനപ്പോ ഞാൻ തന്നെ പറഞ്ഞു ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ. അപ്പൊ എന്നോ പറയും വല്ലാണ്ട് ക്യൂട്ട്നെസ് ഇടാൻ നിൽക്കല്ലേ. അപ്പൊ തന്നെ അവിടെ നിന്ന് എണീറ്റ് പിന്നെ ശരിക്കും പണിയെടുക്കാൻ തുടങ്ങി. മക്കളെ ചെറിയ പണിയൊന്നല്ലോ കുമ്പിട്ട് എണീക്കാറിഞ്ഞാൽ പിന്നെ നല്ലോണം ബൈക്കിനോട് വേഗം വിളമ്പി തീർത്ത്. സമയം 2-2:30 മണിയായിക്കണേ. അങ്ങനെ നമ്മൾ വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് പായസം വയ്ക്കുക. എന്നിട്ട് ഒന്ന് തിന്നോക്കണം. വലിയ രസമൊന്നും ഇല്ലട്ടോ, വേണേ തിന്നാൽ മതി. ഒരു ബാൽക്കണിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളോ കണ്ടിക്കുമ്പോൾ എനിക്ക് തലക്കൊരു എങ്ങനെ കറങ്ങാതെ പായസം അടിച്ച് കയറ്റിയല്ലേ. ഒന്ന് കെടുക്കാൻ വേണ്ടി റൂമിൽ പോയപ്പോഴേ നാസർക്കുണ്ട് പായസം കുടിച്ച് ബോധം പോയി കിടക്കും. ഉറങ്ങാണെങ്കിൽ എന്ത് ക്യൂട്ടല്ലേ നാസർക്ക. അങ്ങനെ നമ്മൾ ഇസ്രക്ക് ഒരു ടാറ്റ കൊടുത്ത് നമ്മൾ പുറകെ പോയി. അപ്പൊ അത്ര ബൈ.